അതിൻ്റെ അവസാന ഘട്ടത്തിലായിട്ടുണ്ട്. ബാങ്കിൻ്റെ കൺസോർഷ്യമായിട്ടുള്ള ചർച്ച നടക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതനുസരിച്ച് എല്ലാ ഹയർ ഓഫീസർമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. കൃത്യമായി നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ തടസ്സങ്ങളൊന്നുമില്ല, ചെറിയ തടസ്സങ്ങളുണ്ട്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ലഘൂകരിച്ചെടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും കൊടുക്കുക എന്നുള്ള ലക്ഷ്യം സാധിക്കും. ഈ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നവർ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ തിരിഞ്ഞു പോകും. അപ്പോൾ അവർക്ക് പെറ്റി വരുമെന്ന് പറയുന്നു. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല, നമ്മുടെ അറിവിലില്ല. പക്ഷേ ഒരു ആപ്പ് വരുന്നുണ്ട്. ആപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിലീസ് ചെയ്യും. ആ ആപ്പിലൂടെ ഏത് കുറ്റകൃത്യവും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചാനലുകളൊക്കെ പറയാറുണ്ട്, പത്രങ്ങളും പറയാറുണ്ട്. ഇപ്പോൾ കുറ്റകൃത്യങ്ങൾ, മോഡിഫൈ ചെയ്ത വണ്ടികൾ, അമിത ശബ്ദമുണ്ടാക്കുന്ന വണ്ടികൾ, പിന്നെ 3 ചെറുപ്പക്കാർ ഹെൽമറ്റ് വയ്ക്കാതെ ഒരു ബൈക്കിൽ പോവുക, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇത് ആര് തടയും എന്നുള്ളതാണ്. ജനങ്ങൾ തടയാൻ പോവുകയാണ്. ജനങ്ങൾക്കൊരു ആപ്പ് കൊടുക്കണം. ട്രയൽ ബേസിൽ 3 മാസം കൊടുക്കും. ആ ആപ്പ് നിങ്ങൾക്ക് ആപ്പിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന കുറ്റകൃത്യങ്ങൾ, മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല എല്ലാ പൊതുജനങ്ങൾക്കും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിടുക. ആ കാണുന്ന കുറ്റകൃത്യം അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൽഹിയിൽ പോയിട്ട് മോത്തിൻ്റെ സെർവറിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മളിവിടെ അതിന് വേണ്ടി 3 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തും. അവിടെ ആ കമ്പ്യൂട്ടറിൽ വരുന്നതോടുകൂടി ആ കുറ്റകൃത്യം പരിശോധിക്കും. ട്രാക്ക് ഡ്രൈവിംഗ്, ഈ ലൈൻ ട്രാഫിക് തെറ്റിച്ച് പോകുന്നവരുണ്ട്. അവരെ ഈ 3 പേര് ഒരുമിച്ച് ഒരു ബൈക്കിൽ പോവുക. എല്ലാ കുറ്റകൃത്യങ്ങളും നമ്മൾ എടുക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ കുറച്ച് കുറ്റകൃത്യം ഏതൊക്കെയാണ് നമ്മൾ അനൗൺസ് ചെയ്യും. അത് അനൗൺസ് ചെയ്തതിന് ശേഷം അത് അവരെ അറിയിക്കും. അതനുസരിച്ച് നമ്മൾ ജനങ്ങളത് ഷൂട്ട് ചെയ്ത് നോ പാർക്കിങ്ങിൽ ഇടുക. നമ്മളൊരു വണ്ടി ഇട്ടിട്ട് പോയി അതിൻ്റെ കുറുക്ക് കൊണ്ട് ക്രോസ് ചെയ്തിട്ട് പോവുക, നമുക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരിക, ഇതെല്ലാം ഷൂട്ട് ചെയ്യാം. ഇത്തരം ഒഫൻസുകളെല്ലാം ഫൈൻ ചെയ്ത് ചെല്ലാനയക്കും. MEDയിൽ നിന്ന് ചെല്ലാനയച്ച് ഫൈൻ ഈടാക്കും. ലൈൻ ട്രാഫിക് തെറ്റിക്കുന്ന എല്ലാ സ്ഥലത്തും പോലീസിനോ MEDക്കോ പോയി നിൽക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് അതിങ്ങനെ ഓട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം ഈ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും റിപ്പോർട്ട് ചെയ്യാനും പൗരനൊരു അവകാശം കൊടുക്കുന്ന ഒരു സിറ്റിസൺ ആപ്പ് ഉടൻ വരും. വരുന്നതോടെ കുറ്റകൃത്യങ്ങൾ വളരെയധികം കുറയും. നമ്മൾ പോലും ഓരോരുത്തരും ശ്രദ്ധിച്ച് പിന്നെ വണ്ടി കൊടുക്കുക. നമുക്ക് പണി കിട്ടും. ആരാണ് പണി തന്നതെന്ന് അറിയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും.